പുഷ്പ, കാന്താര, KGF എന്തൊക്കെ പറഞ്ഞു ഇതിനെല്ലാത്തിനും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് രാജമൗലി ബാഹുബലി ഇങ്ങനെ നമ്മൾ ഏത് പടങ്ങൾ വന്നാലും എന്ത് വന്നാലും നമ്മൾ ബാഹുബലിയുടെ അത്ര പോരാ, അത്ര പ്രോപ്പർ ആയിട്ട് തോന്നിയില്ല. ഫസ്റ്റ് പാർട്ടില് തമന്നയുടെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു, അത് അത്ര വർക്ക് ആവാത്ത സീൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു വെർഷൻ തന്നെയാണ് ഈ ബാഹുബലി ദി എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഇറക്കി. മാങ്ക സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ സെബാൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാഹുബലി ദി എപ്പിക് സിനിമയുടെ എക്സ്പീരിയൻസ് ആണ്. റിവ്യൂ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കഥ എല്ലാവർക്കും അറിയാം. ബാഹുബലി ഫ്രാഞ്ചൈസിയിലുള്ള പടങ്ങൾ എല്ലായിടത്തും എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സോ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സിനിമ. ഈ റീകട്ട് വെർഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബാഹുബലി ഫസ്റ്റ് അന്ന് ഇറങ്ങുന്ന സമയത്ത് ബാഹുബലി ഇറങ്ങുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ പോയി കണ്ടത്. ഇത് എന്ത് പടം, ഇങ്ങനെ ഒരു പടം ചെയ്യാമോ, അല്ലെങ്കിൽ ആരടാ ഇത്, പ്രഭാസ് ആരാണ് എന്താണെന്നൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. സോ ആരാണ് ഈ പ്രഭാസ്, റാണ, രാജമൗലിയുടെ അതിനു മുമ്പ് ഞാനൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു, ധീര എന്ന് പറഞ്ഞ പടമാണ് കണ്ടിട്ടുള്ളത്. ധീര ലോജിക്കലി നമ്മളൊന്നും അങ്ങനെയൊന്നും വെച്ച് നോക്കാതെ ഇതുപോലെ തന്നെ കൊമേഴ്ഷ്യലി നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തൊരു പടമായിരുന്നു രാം ചരണിന്റെ പടം. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാം, വൺ ടൈം വാച്ചബിൾ ആണ് പടം. കാജൽ അഗർവാളൊക്കെ അഭിനയിച്ചിട്ടുള്ള പടം. സോ അന്ന് തൊട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് ഈ രാജമൗലി എന്ന് പറഞ്ഞ ഡയറക്ടർ. രാജമൗലി എന്ന് പറയുന്ന ആള്, അയാളുടെ മേളില് വെക്കട അതിന് മേളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാല് ഒരുത്തനും ഇല്ലെന്നുള്ളതാണ്. രാജമൗലിയുടെ മേളിലേക്ക് കൊമേഴ്ഷ്യൽ സിനിമേനെ ഇത്രയധികം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഹീസ് ദ വൺ ആൻഡ് ഓൺലി രാജമൗലി. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് തമിഴിലാണെന്നുണ്ടെങ്കിൽ ശങ്കർ ഉണ്ട്, മണിരത്നം, നമുക്ക് ഹരിഹരൻ ഉണ്ട്. ഇത്രയൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ലോക വന്നു. എന്നാൽ പോലും നമുക്ക് ഒരു പാൻ ഇന്ത്യൻ മൂവി ഇത്ര അധികം പൈസ മുടക്കി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് കിട്ടുമോ എന്നുള്ളതിനൊക്കെ ഒരു ഉത്തരം കൊടുത്തത് ബാഹുബലിയാണ്. ബാഹുബലി ഫസ്റ്റ് റിലീസായത് 2015-ലായിരുന്നു. സെക്കൻഡ് പാർട്ട് 2017 റിലീസായി, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഫസ്റ്റ് പാർട്ടിന് അവർക്ക് ബജറ്റ് ഉണ്ടായിരുന്നത് 180 crores ആണ്. അതിൽ അവർ കളക്ട് ചെയ്തത് 600 സംതിങ് crores. സെക്കൻഡ് പാർട്ട് 2017 റിലീസായ സെക്കൻഡ് പാർട്ട് 250 crore ബജറ്റിൽ എടുത്ത പാർട്ടായിരുന്നു. 250 crore ബജറ്റിൽ മേക്ക് ചെയ്ത സെക്കൻഡ് പാർട്ട് അവര് 1800 crore കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അന്ന് തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രീനെ ഞെട്ടിച്ചിട്ടുള്ളൊരു പടമായിരുന്നു. നമ്മൾ ഏത് പടങ്ങൾ വന്നാലും എന്ത് വന്നാലും നമ്മൾ ബാഹുബലിയുടെ അത്ര പോരാ, അല്ലെങ്കിൽ എങ്ങനെ വന്നാലും നമ്മൾ കാന്താര റീസെന്റ് റിലീസായപ്പോ പോലും നമ്മൾ പറഞ്ഞിരുന്നു ഒരു അടുത്ത ബാഹുബലി എന്നുള്ള രീതിക്കാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നത്. ബിക്കോസ് ബാഹുബലി ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ബാഹുബലിക്ക് മുമ്പും ബാഹുബലിക്ക് ശേഷവും എന്ന് നിസ്സംശയം പറയാം. അതുപോലൊരു എപ്പിക് മൂവിയാണ് ബാഹുബലി ഫ്രാഞ്ചൈസിയിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞ ചില 1-2 സീൻസും കൂടെ ആഡ് ചെയ്ത് പുതുതായിട്ട് റീമാസ്റ്റർ ചെയ്തിട്ടാണ് അവരിത് ഇറക്കിയിരിക്കുന്നത്. സോ ബാഹുബലി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും എക്സ്പീരിയൻസും ഇപ്പൊ പുതുതായിട്ട് ഈ ഇറക്കിയിരിക്കുന്ന ബാഹുബലി ദി എപ്പിക് എന്നുള്ള ഈ പാർട്ടിൽ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് അതിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് വീഡിയോയിലേക്ക് പോവാം. ബാഹുബലി എപ്പിക് എന്നുള്ള ഈ സിനിമ കണ്ടിട്ട് തോന്നിയത്, നമുക്ക് അന്ന് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടായി, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എത്രത്തോളം ചെയ്തു, അത് നമുക്ക് ഇപ്പോഴും മിസ്സായിട്ടില്ല. ഇപ്പൊ കാണുമ്പോഴും എക്സ്ട്രോർഡിനറി എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ നമുക്ക് ഇത് പോയി വാച്ച് ചെയ്യാം, അതിലൊരു ഡൗട്ടും വേണ്ട. നമ്മളിപ്പോ ബാഹുബലി ഒരുപാട് പ്രാവശ്യം കണ്ടതല്ലേ, പിന്നെ ഇനി ആ കഥ തന്നെ വീണ്ടും കാണേണ്ടതുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റ് ഇല്ലാതെ തിയേറ്ററിൽ ഗൂസ് ബംസ് മൊമെന്റ്സ് ആയിരുന്നു. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഗൂസ് ബംസ് കിട്ടും. ആവശ്യമില്ലാത്ത ചില സീനുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പാട്ടില് നമ്മള് പിന്നെ ഒരുപാട് ബാഹുബലി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ആഘോഷിക്കുമ്പോഴും തമന്ന എന്നുള്ളൊരു ക്യാരക്ടർ ചിലപ്പോൾ തമന്ന ആയിരിക്കും പിന്നെ ഇത് വീണ്ടും ഇറങ്ങുവാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ചുമ്മാ ഒരു തമാശ പറഞ്ഞാണ്. തമന്നയുടെ കുറച്ച് ചില റോളുകൾ, തമന്നയുടെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു അതിനകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. തമന്ന ഭയങ്കര മസിൽ പിടിച്ച്, ഈ പറയുന്ന വില്ലനേക്കാൾ കൂടുതൽ മസിൽ പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതൊരു ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ തമന്ന അതിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്നുള്ളത് അത്ര പ്രോപ്പർ ആയിട്ട് തോന്നിയില്ല. ഫസ്റ്റ് പാർട്ടില് തമന്നയുടെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു, അത് അത്ര വർക്ക് ആവാത്ത സീൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ചില കോമഡീസ്, ആവശ്യമില്ലാത്ത കോമഡികൾ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്ക് ടു ബാക്ക് ഗൂസ്ബംസ്, ബാക്ക് ടു ബാക്ക് എൻഗേജിങ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാതെ നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഡിറ്റഡ് വെർഷൻ ആണ് ബാഹുബലി ദി എപ്പിക് എന്നുള്ള ഈ സിനിമയിൽ. നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്, ഒരു സ്ഥലത്തും നമ്മൾ ഓൾറെഡി കണ്ട സിനിമയാണെന്നോ അല്ലെങ്കിൽ എഡിറ്റഡ് വെർഷൻ ആയതുകൊണ്ട്, ഇപ്പൊ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ഒരുമിച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് യാതൊരു രീതിയിലും
അതൊരു ഡിസ്കംഫേർട്ട് ആയിട്ടോ അയ്യോ ഇത് എഡിറ്റ് ആയിപ്പോയി അത് എഡിറ്റ് ആയിപ്പോയി എന്ന് തോന്നാത്ത രീതിയിൽ വളരെ മികച്ചതായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രാജമൗലിയുടെ ദി ബാഹുബലി എപ്പിക് എന്ന ഈ സിനിമ 8,000 തിയേറ്റർ സ്ക്രീനുകളിലാണ് റിലീസ് ആവുന്നത്. പ്രീ ബുക്കിംഗ് ബിസിനസ് തന്നെ 5 കോടിയോളം വന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ടും പാൻ ഇന്ത്യ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു പടം തന്നെയാണ്. എം കീരവാണിയുടെ മ്യൂസിക് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സോങ്സ് ആണെങ്കിലും BGM ആണെങ്കിലും മൂവിയുടെ ഒരു സോൾ ഗ്രിപ്പ് കീരവാണിയുടെ മ്യൂസിക് തന്നെയാണ്. നോ ഡൗട്ട് നമുക്കത് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കീരവാണിയുടെ മ്യൂസിക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് ഈ പടം പോയി കാണാവുന്നതാണ്. പിന്നെ സ്ക്രീനിൽ പ്രഭാസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമെന്നറിയോ? ബിക്കോസ് നമ്മള് പ്രഭാസിനെ അതിനുശേഷം നമ്മൾ ഒരു പടത്തിലും അത്ര നന്നായിട്ട് കണ്ടിട്ടില്ല. അനുഷ്കയാണെങ്കിലും തമന്നയുടെ ആ പാട്ട് നന്നായിട്ടുണ്ട്. ആ പാട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രഭാസിന്റെ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ, ഈ ഒരുത്തനെ പിടിക്കാൻ പോകുന്ന സമയത്തുള്ള ഒരു സോങ് വരുന്നുണ്ട്. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ കൊറിയോഗ്രാഫി, അതിനകത്തുള്ള മ്യൂസിക്, ആ സോങ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവര് കട്ട് ചെയ്ത് കളഞ്ഞു. അതൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലായിരുന്നു. അനുഷ്ക പാടി ഉറക്കുന്ന ഒരു പാട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ആ പടത്തിനെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. ചില സീനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന സീനുകളെല്ലാം മാക്സിമം ഒഴിവാക്കി നല്ലൊരു വെർഷൻ തന്നെയാണ് ഈ ബാഹുബലി ദി എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഇറക്കിയിരിക്കുന്ന ഈ വെർഷൻ. എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പടമാണ്. ബിക്കോസ് ഇതുപോലൊരു പടമൊന്നും ഇനി അങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും കൂടെ ഒരുമിച്ച് രാജമൗലിയുടെ ബ്രില്യൻസ് തന്നെയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് 3.25 മണിക്കൂറുണ്ട് പടം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു ലാഗ് ഇല്ലാതെ ചെറിയൊരു സ്ട്രെച്ച് നമുക്ക് തോന്നാം. വിഷ്വൽ നന്നായിട്ട് എക്സ്പീരിയൻസ്. സെക്കൻഡ് പാർട്ടിലാണെന്നുണ്ടെങ്കിൽ കാളയുടെ കുറച്ച് CG വർക്കും കാര്യങ്ങളൊക്കെ ഒരു കാർട്ടൂൺ ലെവലിൽ കുറച്ച് മോശമായിരുന്നു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ സമയത്ത്. പക്ഷെ അതൊക്കെ ഇതിനകത്ത് കുറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. രാജമൗലിയുടെ ഒരു കഴിവാണ്. നമ്മളതിനെ ലോജിക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകില്ല. കാരണം അതുപോലെയാണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത് ഈ പടം. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിലും ഉണ്ടായിരുന്ന ആ കളർ ടോണിലുള്ള ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അത് പടത്തിനെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതിനകത്തുള്ള ആക്ടേഴ്സിന്റെ പിന്നെ പെർഫോമൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്കിത് കാണുമ്പോൾ പ്രഭാസ് ആണെങ്കിലും റാണ, അനുഷ്ക, പിന്നെ നാസർ, സത്യരാജ്, തമന്ന, ഇങ്ങനെ പോകുന്നു ഇതിന്റെ കാസ്റ്റ്. സോ എല്ലാവരും അത്രയ്ക്ക് ഭംഗിയായിട്ട് ഈ പടം അന്ന് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് 10 വർഷം മുമ്പ് ചെയ്ത വർക്കാണെന്നുള്ളൊരു നമുക്ക് ഇത് പഴയതല്ലേ എന്നുള്ളത് നമുക്ക് തോന്നത്തില്ല. ചില പിന്നെ ഡയലോഗിലോ അല്ലെങ്കിൽ ഇതിലോ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഇതിനകത്തൊരു കല്ലുകടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്ററപ്ഷൻ ആയിട്ടോ നമുക്ക് തോന്നാനുള്ള സമയം ഇതിനകത്ത് ഇല്ല. കാരണം ഓരോ മൊമെന്റ്സും നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണും. നമ്മൾ 3.25 മണിക്കൂർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ അറിയത്ത് പോലുമില്ല. ഇന്റർവെൽ സമയത്ത് ഈ പടത്തിൽ എഴുതി കാണിക്കുന്നത് WKKB, വൈ കട്ടപ്പ കിൽ ബാഹുബലി. അതിനുവേണ്ടി നിങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ ഇത് ആദ്യമായിട്ട് കാണുന്നവർ, ഈ ബാഹുബലി ഫ്രാഞ്ചൈസിയിലെ സിനിമകൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഫൈറ്റ് സീൻസ് ആണെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ഈ 2 പാർട്ടിലെയും ഫൈറ്റ് സീൻസ് ഒരിക്കലും ഇതിനകത്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാ ഫൈറ്റ് സീൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് ചിലപ്പം കണ്ടിന്യൂസ് ഫൈറ്റ് സീൻസ് എന്നൊക്കെ തോന്നിയേക്കാം. ഈ പടത്തിന്റെ സോൾ എന്ന് പറയുന്നത് ഈ മ്യൂസിക്സും ഫൈറ്റ് സീൻസും. പീറ്റർ ഹെയ്നാണ് ഫൈറ്റ് കൊറിയോഗ്രാഫർ. സോ പീറ്റർ ഹെയ്ന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ ആണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് തിങ്സ്. ഒഴിവാക്കാതെ തന്നെ നല്ല വൃത്തിക്ക് ഈ പടം 2 പാർട്ടും കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റും. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. സോ നല്ല തിയേറ്ററിൽ പോയിരുന്ന് കാണാം. ഞാൻ തറോലി എൻജോയ് ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ബാഹുബലി എന്ന സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോളാണ്. ബിക്കോസ് അതിനുശേഷമാണ് പിന്നെ വലിയ സിനിമകൾ എടുത്താലും വലിയ ബജറ്റിൽ എടുത്താലും അതിന് റിട്ടേൺസ് ഉണ്ടാവും. നല്ല ക്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ അത് 2 കൈ നീട്ടി സ്വീകരിക്കും. അവരതിനുള്ള റിട്ടേൺസ് തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്തതാണ് ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം RR വന്നു, രാജമൗലിയുടെ തന്നെ. RR എന്തെല്ലാം അവാർഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുഷ്പ, കാന്താര, KGF എന്തൊക്കെ പറഞ്ഞു, ഇതിനെല്ലാത്തിനും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് രാജമൗലി ദ ടോർച്ച് ബാരിയർ എന്ന് പറയുന്ന പോലെ ആ ഒരു ഡെഡിക്കേഷൻ, പെർസീവറൻസ്, ഹാർഡ് വർക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സോ ഹാറ്റ്സ് ഓഫ് ടു രാജമൗലി. സോ ഗോ ആൻഡ് വാച്ച്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.